ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പുതിയ മെഡിക്കൽ ക്ലിനിക്കിനെ കുറിച്ചുമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത്രയും കാലം നമ്മൾ കരുതിയത് മുഖ്യമന്ത്രി ഭരണം നടത്തുകയാണെന്നാണ്. എന്നാൽ മലപ്പുറത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റായി മാറിയിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്ത് അസുഖമാണെന്ന് നോക്കി നോക്കി കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി? മലപ്പുറത്ത് ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമെന്ന്. എന്നാൽ അവിടെ നടന്നത് ഒരു ഒന്നൊന്നര ഇൻവെസ്റ്റിഗേഷൻ തന്നെയായിരുന്നു. മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതും വലിയ അന്യായമായ ചോദ്യങ്ങളൊന്നുമല്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. വോട്ട് കച്ചവടം നടക്കുന്നുണ്ടോ? ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചത് എന്തിനാണ് എന്നൊക്കെ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ലേ? പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ ചോദ്യം തീരെ അങ്ങോട്ട് പിടിച്ചില്ല. ഉടനെ വന്നു മറുപടി. ഇയാൾക്ക് വേറെന്തോ സൂക്കേടാണ് കേട്ടോ എന്ന്. എന്ത് മനോഹരമായ ജനാധിപത്യം! ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് സൂക്കേടാണെന്ന് പറയുന്ന ഈ ഒരു ശൈലി നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. കടക്ക് പുറത്ത് എന്ന് ആക്രോശിച്ച പഴയ പിണറായിസം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി മലപ്പുറത്ത് പുനർജനിച്ചു എന്ന് പറയുന്നതാകും ശരി. ചോദ്യം അപ്രിയമാണെങ്കിൽ മറുപടി അധിക്ഷേപം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ലോജിക് അനുസരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് മിണ്ടാതെ തലയാട്ടി മടങ്ങുന്നവരാണ് നല്ല മാധ്യമ പ്രവർത്തകർ. മറിച്ച് വല്ല ചോദ്യവും ചോദിച്ചാൽ അവർക്കൊന്നില്ലെങ്കിൽ അജണ്ട ഉണ്ടാകും, അല്ലെങ്കിൽ സൂക്കേടുണ്ടാകും. വോട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അവരോട് തന്നെ ചോദിക്കണമെന്നാണ്. ശരിയാണ്. പക്ഷെ വോട്ട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? UDF വർഗീയ ബന്ധമുണ്ടെന്ന് പറയാൻ 100 നാവുള്ള മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മാത്രം എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നേരത്തെ ഒരു പാർട്ടി പ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ അതേ ആവേശം തന്നെയാണ് ഇവിടെയും കണ്ടത്. ഇത് ശരിക്കും ഇരട്ടച്ചങ്കല്ല, മറിച്ച് ചോദ്യങ്ങളെ നേരിടാനുള്ള പേടിയാണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാന്യമായ മറുപടിയാണ്, അല്ലാതെ വ്യക്തിഹത്യയല്ല. ചെറ്റപ്രയോഗം മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയ അന്തസ്സിന് നിരക്കാത്ത പദപ്രയോഗങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. വാർത്താ സമ്മേളനം എന്നത് ഒരു സംവാദ വേദിയാക്കരുതെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് മാത്രം റെക്കോർഡ് ചെയ്ത് പോയാൽ മതി എന്ന്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ എന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. അത് തടയാൻ നോക്കുന്നത് സൂര്യനെ മുറം കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നത് പോലെയാണ്. മലപ്പുറത്ത് കണ്ടത് അസഹിഷ്ണുതയുടെ ആൾരൂപത്തെയാണ്. ചോദ്യം ചോദിക്കുന്നവരെ രോഗികളാക്കുന്ന ഈ പുതിയ പിണറായിസം കേരള രാഷ്ട്രീയത്തിന് ഒട്ടും ഗുണകരമല്ല. നമ്മൾ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്? പണ്ട് കടക്കുപുറത്ത് എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു ആവേശത്തിന് പറഞ്ഞു പോയതാണെന്ന്. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണെന്ന്. ചോദ്യം ചോദിക്കുന്നവനെ ശത്രുവായി കാണുന്ന, അവർക്ക് സൂക്കേടുണ്ടെന്ന് വിധിക്കുന്ന ഈ ഒരു രീതി ശരിക്കും ഒരു പ്രത്യേകതരം പിണറായിസം തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ അദ്ദേഹം ആരാണ്? വാർത്താ സമ്മേളനം എന്നത് മുഖ്യമന്ത്രിയുടെ മൻ കി ബാത്ത് അല്ലല്ലോ. അദ്ദേഹം പറയുന്നത് മാത്രം കേട്ട് തലയാട്ടി മടങ്ങാൻ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പാർട്ടി കേഡർമാരല്ല. SDPI പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അവരോട് പോയി ചോദിക്കണമെന്ന് പറയുന്നതിലെ ലോജിക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന പിന്തുണയെക്കുറിച്ച് ആ പാർട്ടിയുടെ നായകനോടല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? മുൻപ് KPCC പ്രസിഡന്റിനെ ചെറ്റ എന്ന് വിളിച്ച അതേ നാവ് തന്നെയാണ് ഇപ്പോഴും അധിക്ഷേപങ്ങൾ ചൊരിയുന്നത്. ഇത് കാണിക്കുന്നത് അധികാരം തലയ്ക്ക് പിടിച്ച ഒരാളുടെ ധിക്കാരമാണോ, അതോ ചോദ്യങ്ങളെ നേരിടാനുള്ള പേടിയാണോ? നിങ്ങൾ തന്നെ പറയുക. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് പണ്ടേ ഒരു പ്രത്യേകതരം അലർജിയുണ്ട്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ശത്രുത ഇപ്പോൾ സൂക്കേട് പരിശോധനയിൽ എത്തി നിൽക്കുന്നു. തന്റെ അപ്രീതി പിടിച്ചു പറ്റുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അജണ്ട ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി. സത്യത്തിൽ സ്വന്തം ഭരണത്തിലെ വീഴ്ചകളെ കുറിച്ചോ വിവാദങ്ങളെ കുറിച്ചോ ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാകുന്നത്? വർഗീയതയെ എതിർക്കുന്നു എന്ന് പ്രഭാഷണം നടത്തുന്ന അതേ മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിക്ക് ഈ സൂക്കേട് കണ്ടുപിടിക്കാൻ അത്ര വലിയ കഴിവുണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബോർഡ് വെക്കാം. മുഖ്യമന്ത്രിയുടെ രോഗനിർണയ കേന്ദ്രം. ചോദ്യം ചോദിക്കുന്നവർക്ക് സൗജന്യ ചികിത്സ. കേരളം ഭരിക്കുന്ന തിരക്കിനിടയിൽ ഈ പാവം മാധ്യമ പ്രവർത്തകരുടെ ആരോഗ്യം കൂടി നോക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക്
ഒരു വലിയ കയ്യടി കൊടുക്കാതെ പറ്റില്ലല്ലോ. ഒരു കാര്യം കൂടി എടുത്തു പറയണം, ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ കിട്ടാൻ നമ്മൾ മലയാളികൾ ശരിക്കും പുണ്യം ചെയ്തവരാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ ഒരു ഭരണാധികാരി? ചോദ്യം ചോദിക്കുന്നവന്റെ മൈക്ക് ഓഫ് ചെയ്യുകയോ അവനെ നോക്കി കടക്ക് പുറത്ത് നിന്ന് ആക്രോശിക്കുകയോ അല്ലെങ്കിൽ അവന്റെ മാനസിക നില പരിശോധിച്ച് അവന് സൂക്കേടുണ്ടെന്ന് വിധി എഴുതുകയോ ചെയ്യുന്ന ഇത്രയും കരുണയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് മാത്രം സ്വന്തം. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പാവം മാധ്യമ പ്രവർത്തകരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇത്രയും ആശങ്കയുണ്ടോ? ഇല്ലേ ഇല്ല. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ല. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചാൽ അത് വെറും വാർത്തകൾക്ക് വേണ്ടിയല്ല, മറിച്ച് അവിടെ ഇരിക്കുന്നവരുടെ രോഗനിർണയത്തിന് വേണ്ടി കൂടിയാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇയാൾക്ക് എന്തു അസുഖമാണ്, ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ നമുക്ക് എന്തിന് വേറെ ഡോക്ടർമാർ? ഓരോ മലയാളിയും ഓരോരുത്തർക്കും ഇതിൽ വേണമെങ്കിൽ അഭിമാനിക്കാം. കാരണം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവനെ രോഗിയാക്കി മാറ്റുന്ന ഈ അത്ഭുത വിദ്യ ലോകത്ത് പിണറായി വിജയന് മാത്രം വശമുള്ള ഒന്നാണ്. ഇതിനെയാണ് നമ്മൾ കേരള മോഡൽ എന്ന് വിളിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഇരിക്കുന്നത് ഒരു ഭരണാധികാരി മാത്രമല്ല, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നവർ കയ്യിൽ ഒരു OP ടിക്കറ്റ് കൂടി കരുതുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴാണ് സൂക്കേട് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിമാനിക്കാം. സത്യം പറഞ്ഞാൽ ഈ ചിരിക്കിടയിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാവം സാധാരണ ജനങ്ങൾ തങ്ങളുടെ സങ്കടങ്ങളും പരാതികളും പറയാൻ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരെയാണ് അവർ സമീപിക്കേണ്ടത്? പക്ഷെ അവിടെ ചെന്നാൽ കിട്ടുന്ന മറുപടിയോ ഒന്നില്ലെങ്കിൽ കടക്ക് പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കുന്നത് ഒരു കുറ്റമായി കാണുന്ന, സങ്കടം പറയുന്നവനെ ശത്രുവായി കാണുന്ന ഒരു ഭരണാധികാരിയെ കിട്ടിയത് നമ്മുടെ ഒരു ഗതികേടാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സാധാരണക്കാരന്റെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയിട്ട് അതേ സാധാരണക്കാരൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അസഹിഷ്ണുത കാണിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ചേരുന്നതാണോ? തനിക്ക് അപ്രിയമായത് ആര് പറഞ്ഞാലും അവർക്ക് സൂക്കേടുണ്ടെന്ന് വിധിക്കുന്ന ഈ ഒരു ശൈലി ശരിക്കും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മലപ്പുറത്തെ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് വെറുമൊരു മാധ്യമ പ്രവർത്തകനോടുള്ള ദേഷ്യമല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഓരോ പൗരനോടുമുള്ള ഒരു പുച്ഛമാണ്. ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാമെന്ന് നമ്മൾ പരിഹസിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. നമ്മുടെ പരാതികൾ കേൾക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന സങ്കടം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോഴെങ്കിലും ഓർക്കുക, നമുക്ക് വേണ്ടത് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരാളെയാണോ അതോ നമ്മളോട് കടക്ക് പുറത്ത് നിന്ന് ആക്രോശിക്കുന്ന ഒരാളെയാണോ? ഈ ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.